ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന താറാവ് ഗ്രേവിയാണ്. അതിന് നമ്മളെടുത്ത് ചെറിയുള്ളി, തക്കാളി, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, കറിവേപ്പില. പിന്നെ നമ്മൾ ഈ താറാവിൻ്റെ ഇറച്ചി നന്നായിട്ട് കഴുകിയാണ്. ഇനി അതിൻ്റെ ഒരു ചൂര് പോകാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഉപ്പും വിനെഗറും ചേർത്തത് നല്ല അങ്ങനെ കഴുകണം ഒന്നുകൂടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂരൊക്കെ അങ്ങോട്ട് പോയി കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മളൊന്നുകൂടി വെള്ളം പാകം നോക്കണം, കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഇറച്ചി നന്നായിട്ട് കഴുകിയത് ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ പാകത്തിന് ഇടുക. കുറച്ച് നാരങ്ങാനീരും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ പാകത്തിന് വെള്ളം പാരും. കുറച്ച് വേവുള്ളതും കൊണ്ട് കുറച്ചധികം വെള്ളം പാരുന്നുണ്ട്. കുക്കറിലൊക്കെ ആകുമ്പോൾ കുറച്ച് മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുക. അതായത് തിളച്ച് ഇതായി വരുന്നുണ്ട്. വറ്റി ആ വെള്ളം വറ്റുന്നവരെ നമ്മൾ അടുപ്പത്ത് അങ്ങനെ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മളത് ഗ്രേവി ഉണ്ടാക്കുക. ചെറിയ ഉള്ളി ഇട്ട് വലിയുള്ളി അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പ് ഇതെല്ലാം ആഡ് ചെയ്യുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച താറാവിറച്ചിയിലേക്ക് ഈ ഗ്രേവി ചട്ടിയിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്നവരെ ഒന്നുകൂടി അടുപ്പത്ത് തന്നെ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. അതിൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് അടുപ്പത്ത് വെക്കുകയാണ്. ഒന്നുകൂടി വറ്റാനുണ്ട്. അങ്ങനെ നമ്മളെ താറാവ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടാൽ നല്ല താറാവ് ഗ്രേവിയും ചപ്പാത്തിയും.